കണ്ണൂർ. ഗുരുവായൂരിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥി ദിലീപ് നായരെ പിന്തുണയ്ക്കാൻ ബിജെപി. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. അതേസമയം നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അഡ്വക്കേറ്റ് നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ DSJP സ്ഥാനാർത്ഥി ദിലീപ് നായരുമായും സ്വതന്ത്ര സ്ഥാനാർത്ഥി ആന്റണിയുമായാണ് ബിജെപി ചർച്ച നടത്തിയത്. സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്താണ് ദിലീപ് നായരെ പിന്തുണയ്ക്കാനുള്ള നീക്കം. മാത്രമല്ല NDA ഘടകകക്ഷിയാകാൻ DSJP നേരത്തെ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ബിജെപി പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വീകരിക്കുമെന്ന് ദിലീപ് നായർ പ്രതികരിച്ചു. മിക്കവാറും ഇന്നോ നാളെയൊക്കെ ആയിട്ട് അതിലൊരു തീരുമാനം എത്തുന്നതായിരിക്കും. അത് എത്തുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും സ്വാഗതാർഹമാണ്. അത് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. BJP ആയിട്ട് നമുക്ക് ചേരുന്നത്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ദിലീപ് നായരെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകുന്നേരത്തോടെയോ നാളെയോ തീരുമാനമുണ്ടാകുമെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. അതേസമയം പത്രിക തള്ളിയതിനെതിരെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യം അറിയില്ലെന്നും നിവേദിത. ഇലക്ഷനിൽ സംഘടന നേരിടുന്ന ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സംഘടനയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് ഏതാണ് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്തരത്തിൽ ഒരു അറിയിപ്പും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, അതിൽ വഴിയുണ്ട് എന്നുള്ളതാണ് ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ വോട്ട് മറിച്ചെന്ന ആരോപണം BJPക്കെതിരെ കൂടുതൽ ശക്തമാകും. ഇത് മറികടക്കാൻ കൂടിയാണ് BJPയുടെ ശ്രമം. ന്യൂസ് 18 തൃശൂർ. തലശ്ശേരിയിലും ഗുരുവായൂരിലും ദേവികുളം